friends, welcome to my channel. I am Shafita. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിൽ എങ്ങനെയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് പ്രിപ്പയർ ചെയ്യുക എന്നതിനെ കുറിച്ചാണ്. അപ്പൊ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒരു സെയിൽസ് ബില്ല് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുക എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ വീഡിയോ എല്ലാവരും കണ്ടെന്ന് വിചാരിക്കുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പറയുന്നത് അക്കൗണ്ടിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആണ്. അത് നമുക്കറിയാം, നമ്മുടെ ഒരു ബിസിനസ് ടേമിൽ ഏതൊരു ട്രാൻസാക്ഷൻസും ഒന്നെങ്കിൽ ക്യാഷ് ത്രൂവോ അല്ലെങ്കിൽ ബാങ്ക് ത്രൂവോ ആയിരിക്കും. അപ്പൊ ആ അക്കൗണ്ടിന്റെ ബാലൻസ് എങ്ങനെയാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്നതാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ നമ്മളിവിടെ ക്യാഷ് അക്കൗണ്ടിന്റെ ബാലൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഏതൊരു കമ്പനീസിലാണെങ്കിലും ക്യാഷിലേക്ക് എമൗണ്ട് വന്നിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ക്യാഷിൽ നിന്ന് എമൗണ്ട് പോയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഉണ്ടായിരിക്കും. അപ്പൊ ആദ്യം നമുക്ക് ക്യാഷിൽ എത്രയാണ് ഓപ്പണിംഗ് ബാലൻസ് ഉള്ളത് ആ ഒരു എമൗണ്ട് ആണ് കാണിക്കേണ്ടത്. അപ്പൊ ഞാനിവിടെ പെർട്ടിക്കുലേഴ്സിൽ ഓപ്പണിംഗ് ബാലൻസ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓപ്പണിംഗ് ബാലൻസിന്റെ എമൗണ്ട് നമ്മൾ ഡെബിറ്റിലാണ് കാണിക്കുന്നത്. ഇപ്പൊ ഒരു 5 ലക്ഷമാണ് ഞാനിവിടെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് കൊടുക്കുന്നത്. ഏതൊരു കമ്പനീസിലാണെങ്കിലും നമ്മൾ ട്രാൻസാക്ഷൻസ് പോസ്റ്റ് ചെയ്യുന്ന സമയത്തൊക്കെ എക്സ്പെൻസ് നമ്മൾ ഡെബിറ്റ്, പോകുന്നതിന് നമ്മൾ ഡെബിറ്റ് ആയിട്ടും വരുന്നതിന് നമ്മൾ ക്രെഡിറ്റ് ആയിട്ടുമാണ് കാണിക്കാറ്. എന്നാൽ ഒരു ലെഡ്ജർ അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വേണം എമൗണ്ട് കൊടുക്കാനായിട്ട്. അതായത് ക്യാഷിലേക്ക് വന്നതിന് ഡെബിറ്റും ക്യാഷിൽ നിന്ന് പോകുന്നതിന് ക്രെഡിറ്റ് ആയിട്ടും വേണം കാണിക്കാനും. അപ്പൊ ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസിന്റെ എമൗണ്ട് കൊടുക്കണം. അപ്പൊ ഇവിടെ ബാലൻസ് എന്ന് പറയുന്നത് സെയിം എമൗണ്ട് തന്നെയാണ് ഉണ്ടായിരിക്കുക ഈ ബാലൻസ് കോളം. അപ്പൊ നമുക്ക് അവിടെ ജസ്റ്റ് ഈക്വൽ കൊടുത്തിട്ട് ഈ ഡെബിറ്റ് കോളം സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ സെയിം എമൗണ്ട് അങ്ങോട്ട് വന്നോളും. ഇനി നമുക്ക് ഓരോ ട്രാൻസാക്ഷൻസ് വേണം കൊടുക്കാൻ. ഫസ്റ്റ് ഞാനിവിടെ SL നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഡേറ്റ് നമുക്ക് ഇവിടെ കൊടുക്കണം. അപ്പൊ ഡേറ്റ് ഞാനിവിടെ 1/1/24 കൊടുത്തിട്ടുള്ളത്. ഫസ്റ്റ് നമുക്ക് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് പെയ്ഡ് ഓഫീസ് ഡെപ്പോസിറ്റ് ആണ്. അപ്പൊ ആ ഒരു ട്രാൻസാക്ഷൻ ആണ് ഞാൻ ഇവിടെ കൊടുക്കുന്നത്. പെയ്ഡ് ഓഫീസ് ഡെപ്പോസിറ്റ് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ എമൗണ്ട് എന്ന് പറയുന്നത് ക്രെഡിറ്റ് കോളത്തിൽ വേണം കാണിക്കാൻ, കാരണം അത് ക്യാഷിൽ നിന്ന് എമൗണ്ട് പോയിട്ടുള്ളതാണ്. അപ്പൊ ഞാനിതിവിടെ 50,000 ആണ് എമൗണ്ട് കൊടുക്കുന്നത്. ഇനി ബാലൻസ്, അപ്പൊ ബാലൻസ് ഈ 5,50,000 പോയിട്ടുള്ള എമൗണ്ട് വേണം നമുക്ക് ബാലൻസിലേക്ക് വരാൻ. അപ്പൊ ബാലൻസ് കോളം ഓട്ടോമാറ്റിക് ആയിട്ട് ഫില്ല് ആവാൻ നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് ഫസ്റ്റ് ഇവിടെ ഈക്വൽ കൊടുക്കുക. എന്നിട്ട് നമ്മുടെ മുകളിലുള്ള ഈ ഒരു ബാലൻസ് ഉണ്ടല്ലോ, ബാലൻസ് സെലക്ട് ചെയ്തതിന് ശേഷം പ്ലസ് കൊടുക്കുക. എന്നിട്ട് ഡെബിറ്റ് പ്ലസ് ആവേണ്ടതാണ്. ഡെബിറ്റിന്റെ സെല്ലിൽ ഇപ്പൊ ഒന്നുമില്ല, എന്നാലും ആ സെല്ല് സെലക്ട് ചെയ്യുക. മൈനസ് ക്രെഡിറ്റ് സെല്ല് സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാലൻസ് കിട്ടും. ബാക്കിയുള്ള സെല്ലുകൾ നമ്മൾ ഇങ്ങനെ ഫില്ല് ചെയ്താൽ മതി, അല്ലെങ്കിൽ Ctrl+D എന്ന് കൊടുത്താലും മതി. അപ്പൊ ഇവിടെ ഇങ്ങനെ വാല്യൂ അതായത് നമ്മളിവിടെ ഒന്നും കൊടുക്കാത്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിട്ടുള്ളത്. ഇത് ഫില്ല് ആയിട്ടുണ്ട്. അടുത്ത് നമുക്ക് SL നമ്പർ 2 എന്നുള്ളത് കൊടുക്കുക. അപ്പൊ അത് ഡേറ്റ് വരുന്നത് 2/4 ആണ്. സോറി 2/1/24 ആണ് നമുക്ക് കൊടുക്കാനുള്ളത്. അതിൽ ഞാൻ ട്രാൻസാക്ഷൻ പോസ്റ്റ് ചെയ്യുന്നത് പർച്ചേസ്ഡ് ഫർണിച്ചർ ആണ്, അസറ്റ് ആണ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത്. ക്യാഷിന് പർച്ചേസ്ഡ് ഫർണിച്ചർ എന്ന് കൊടുക്കുന്നുണ്ട്. അതും നമുക്ക് ക്രെഡിറ്റിൽ വേണം എമൗണ്ട് കൊടുക്കാൻ, കാരണം ക്യാഷിൽ നിന്ന് എമൗണ്ട് പോയിട്ടുള്ളതാണ്. അതും ഞാനൊരു 50,000 ആണ് എമൗണ്ട് കൊടുക്കുന്നത്. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ ബാലൻസ് അവിടെ 4 ലക്ഷം ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് മൂന്നാമത്തത്, അത് ഞാൻ 3-ാം തീയതിയാണ് കൊടുക്കുന്നത്. 3/1/2024. അത് നമ്മളിവിടെ കൊടുക്കുന്നത് കമ്മീഷൻ റിസീവ്ഡ് ആണ്. അത് ഇങ്കാണ് വരുന്നത്. കമ്മീഷൻ അല്ലെങ്കിൽ റിസീവ്ഡ് കമ്മീഷൻ എന്ന് കൊടുത്താലും മതി. അപ്പൊ അത് ഡെബിറ്റിലാണ് വരുന്നത്. അപ്പൊ നമ്മളിവിടെ കമ്മീഷൻ റിസീവ് ചെയ്യുന്നത് 10,000 ആണ്. 10,000 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അവിടെ എമൗണ്ട് മാറി. ബാലൻസ് ഓട്ടോമാറ്റിക് ആയിട്ട് വരും നമ്മളിത് ഇവിടുന്ന് ഫില്ല് ചെയ്യുകയാണെങ്കിൽ. ഇനി അടുത്തത് പെയ്ഡ് റെന്റ് ആണ്. അത് എക്സ്പെൻസ് ആണ്, എമൗണ്ട് പോയിട്ടുള്ളതാണ്. അപ്പൊ അത് ക്രെഡിറ്റിൽ കാണിക്കുക 15,000. നെക്സ്റ്റ് 5-ാമത്തത് പർച്ചേസ്ഡ് ഗുഡ്സ്.
അത് എമൗണ്ട് പോയിട്ടുള്ളതാണ്. അപ്പൊ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് 20,000-ത്തിനാണ്. 20,000 എമൗണ്ട് കൊടുത്തു. ദെൻ അടുത്തത് ആറാമത്തെ ഡേറ്റ് നമുക്ക് ഇങ്ങനെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാലും ഡേറ്റ് വരും കേട്ടോ. ആറാമത്തത് സെയിലാണ്. അപ്പൊ സോൾഡ് ഗുഡ്സ്. അത് എമൗണ്ട് വന്നിട്ടുള്ളതാണ്. അപ്പൊ ഡെബിറ്റിൽ വേണം കാണിക്കാൻ 25,000. ദെൻ ലാസ്റ്റ് ഞാൻ കൊടുക്കുന്നത് ഏഴാമത്തത് 7-ാം തീയതിയാണ് കൊടുക്കുന്നത്. 7/1 പെയ്ഡ് സാലറി. എമൗണ്ട് പോയിട്ടുള്ളതാണ് ക്രെഡിറ്റില് കാണിക്കുക 10,000. ഇത്രയാണ് നമ്മളിപ്പോ ഇവിടെ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എമൗണ്ട് എല്ലാം ബാലൻസ് ഇപ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് ആയിട്ട് വന്നിട്ടുള്ളത് കാണാം. അപ്പൊ ഇത്രയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇവിടെ ബാലൻസ് എന്ന് പറയുന്നത് 3,90,000 ആണ് വന്നിട്ടുള്ളത്. ഇനി ലാസ്റ്റ് നമുക്ക് ടോട്ടൽ വേണം. അപ്പൊ ടോട്ടൽ കൊടുത്തു. അപ്പൊ ഡെബിറ്റ് ഇവിടെ ടോട്ടൽ ആയിട്ട് വരണം, അതുപോലെ തന്നെ ക്രെഡിറ്റ് ടോട്ടൽ ആയിട്ട് വരണം. അപ്പൊ ടോട്ടൽ കണ്ടുപിടിക്കാൻ ഈക്വൽ സമ്മ് കൊടുത്താൽ മതി. സമ്മ് ഫംഗ്ഷൻ കൊടുക്കുക. ഡെബിറ്റിലുള്ള എമൗണ്ടുകൾ സെലക്ട് ചെയ്യുക. എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഡെബിറ്റ് വന്നു. ബാക്കി നമുക്ക് ക്രെഡിറ്റിന്റെ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട് ഫില്ല് ചെയ്താൽ മതി. അതുപോലെ ബാലൻസ് കണ്ടുപിടിക്കാൻ ഈക്വൽ ഡെബിറ്റ് മൈനസ് ക്രെഡിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ബാലൻസ് ഇവിടെ വരികയും ചെയ്യും. ഇതൊന്ന് ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ കളർ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ട് മാറ്റിയാൽ മതി. സെല്ലിന്റെ കളർ മാറ്റി കൊടുത്താൽ മതി. ഏത് കളറിലേക്കാണോ നമുക്ക് മാറ്റേണ്ടത് വെച്ചാൽ ആ ഒരു കളറിലേക്ക് മാറ്റാം. ടെക്സ്റ്റിന്റെ കളർ വൈറ്റ് ആക്കണമെങ്കിൽ വൈറ്റ് ആക്കാം, ഒന്ന് ബോൾഡ് ആക്കാം. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയാണ് ഒരു ലെഡ്ജർ അക്കൗണ്ട് ബാലൻസ് നമ്മൾ പ്രിപ്പയർ ചെയ്യാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിച്ചോളും. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പൊ എക്സലിലെ മറ്റൊരു ടോപ്പിക്കുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.